പുതുവൈപ്പ് ബീച്ചിൽ ഇന്നലെ രാവിലെയുണ്ടായ അപകടത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന 2 യുവാക്കൾ കൂടി മരിക്കുമ്പോൾ മരണം 3 കത്രിക്കടവ് സ്വദേശി മിലൻ സെബാസ്റ്റ്യൻ, ആൽവിൻ എന്നിവരാണ് ഇന്ന് മരിച്ചത്. കലൂർ സ്വദേശിയായ അഭിഷേക് ഇന്നലെ മരിച്ചിരുന്നു. മറ്റ് 2 പേരും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. നാട്ടുകാരുടെ മുന്നറിയിപ്പ് അവഗണിച്ചുള്ള കടലിലെ കളിയാണ് ദുരന്തമായത്. ബീച്ചിൽ കുളിക്കുന്നതിനിടെ ആയിരുന്നു അപകടമുണ്ടായത്. വെള്ളത്തിൽ മുങ്ങിയ അഭിഷേകിനെ ആൽവിനും മിലനും ചേർന്ന് രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇവരും അപകടത്തിൽപ്പെടുന്നത്. 7 പേരടങ്ങുന്ന സംഘമാണ് രാവിലെ ബീച്ചിലെത്തിയത്. കള്ളക്കടൽ പ്രതിഭാസമുള്ളതിനാൽ കടലിലെ വിനോദങ്ങൾക്ക് നിരോധനമുണ്ട്. എന്നാൽ കേരളത്തിൽ ഉടനീളം ഇത് വെറും ജാഗ്രതയായി തുടരുന്നു. ആരും അനുസരിക്കാറില്ല. പുതുവൈപ്പ് ബീച്ചിൽ നീന്തൽ പരിശീലനം നടത്തുന്നവരുടെ മുന്നറിയിപ്പ് അവഗണിച്ച് സംഘം വടക്കോട്ട് നീങ്ങിയതാണ് അപകടത്തിന് കാരണമായത്. സംഘം IOC ഗ്യാസ് പ്ലാന്റിന്റെ പടിഞ്ഞാറേ മതിലിനരികിലൂടെ നീങ്ങി കടലിൽ ഇറങ്ങുകയായിരുന്നു. തിരയിൽപ്പെട്ടാണ് 3 പേരെയും കാണാതായത്. നീന്തൽ പരിശീലനം നടത്തിയിരുന്ന വൈപ്പിൻ ബീച്ച് ക്ലബ്ബിലെയും ഡോൾഫിൻ ക്ലബ്ബിലെയും നീന്തൽ വിദഗ്ധരാണ് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയത്. മിലനെയും ആൽവിനെയും ആണ് ആദ്യം രക്ഷിച്ച് കരക്കെത്തിച്ചത്. അഭിഷേകിനെ കണ്ടെത്തുമ്പോൾ അവശനിലയിലായിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ബീച്ചിലുണ്ടായിരുന്ന ടാക്സിയിൽ ആദ്യം കിട്ടിയ 2 പേരെയും പിന്നീട് എത്തിയ പോലീസ് വാഹനത്തിൽ അഭിഷേകിനെയും എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും അഭിഷേക് മരിച്ചിരുന്നു. രാക്ഷസ തിരമാലയാണ് ദുരന്തമുണ്ടാക്കിയത്. പതിവായി കുളിക്കാനിറങ്ങുന്ന സ്ഥലത്ത് തന്നെയാണ് ഇറങ്ങിയതെന്ന് അപകടത്തിൽപ്പെട്ട സംഘത്തിലുണ്ടായിരുന്ന ആസാദ് റോഡ് സ്വദേശിയായ അമൽ കൃഷ്ണ പറഞ്ഞു. കള്ളക്കടൽ പ്രതിഭാസ സമയത്ത് എപ്പോൾ വേണമെങ്കിലും ദുരന്തം എത്തും. അതുകൊണ്ടാണ് മുന്നറിയിപ്പുകൾ നൽകുന്നത്. കടൽ ശാന്തമായതിനാൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും വെള്ളത്തിലേക്കിറങ്ങി. 1 മണിക്കൂറിലധികം കടലിൽ തന്നെ തുടർന്നു. എന്നാൽ അപ്രതീക്ഷിതമായി എത്തിയ രാക്ഷസ തിരമാല അവരെയും കൊണ്ടുപോയി. അഭിഷേക്, മിലൻ, ആൽവിൻ എന്നിവരെയാണ് തിര കൂടുതൽ ഉള്ളിലേക്ക് കൊണ്ടുപോയത്. സമീപത്തുണ്ടായിരുന്ന നീന്തൽ ക്ലബ്ബിലുള്ളവർ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയെങ്കിലും ഇവരെ പെട്ടെന്ന് കണ്ടെത്തി തീരത്ത് എത്തിക്കാനായില്ല. കടൽ ശാന്തമാണെന്ന് തോന്നുമെങ്കിലും അപകടമേഖലയാണെന്ന് കാണിച്ച് ഒരു നോട്ടീസ് ബോർഡ് ഇവിടെ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ശാന്തമായിടത്തും കള്ളക്കടൽ പ്രതിഭാസമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് എല്ലാ മാധ്യമങ്ങളിലും സജീവമായ കാലത്താണ് ഈ അപകടം ഉണ്ടായതെന്നാണ് യാഥാർത്ഥ്യം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ റോഡ്.